നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ കുറച്ച് റിസൾട്ടുകളുണ്ട്. ഒരു 6 റിസൾട്ടുകളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിന്റെ കട്ട് ഓഫുകളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ NCA-SCCCയുടെ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാറ്റഗറി നമ്പർ 583/2021. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഇതിന്റെ കട്ട് ഓഫ് വരുന്ന മാർക്ക് 76.38 76.38 നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നത് റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിസർവ് വാച്ചർ പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. സാമാന്യം വലിയൊരു ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ റിസർവ് വാച്ചറിൻ്റെത്. 48.96 റിസർവ് വാച്ചറിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലർക്ക് പാലക്കാട് ജില്ലയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/STയുടേതാണ്. ക്ലർക്കിന്റെ 10th ലെവൽ എക്സാമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 145/2021. നമുക്ക് എന്തായാലും ഇതിന്റെ കട്ട് ഓഫിലേക്ക് കൂടി നോക്കാം. 75.98 ക്ലർക്കിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്ന 75 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST ഓൺലി കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. 409/2021 കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫിലേക്ക് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 17.02 ലബോറട്ടറി അസിസ്റ്റന്റ് 17 മാർക്കാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ കട്ട് ഓഫ് വരുന്നത്. അതുപോലെ തന്നെ LD ക്ലർക്കിന്റെ LD ടൈപ്പിസ്റ്റ് SC/ST ഓൺലി പാലക്കാട് ജില്ലയുടെ വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയുടെ SC/ST ഓൺലി ടൈപ്പിസ്റ്റിന്റെ കട്ട് ഓഫ് എത്ര മാർക്കാണെന്ന് നമുക്ക് നോക്കാം. 61.28 കട്ട് ഓഫ് വരുന്നത്. അതുപോലെ തന്നെ ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST ഓൺലി ഇടുക്കിയാണ്. അപ്പോൾ ഇടുക്കിയുടെ ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST ഓൺലിയുടെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. കട്ട് ഓഫ് എന്ന് പറയുന്നത് 34.212. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് പറയേണ്ടത്, നമ്മുടെ സബ് ഇൻസ്പെക്ടറിൻ്റെയൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി വരെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 2 അല്ലേ, ഫെബ്രുവരി 21 നമ്മുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ വെച്ച് നീട്ടരുത്. അത് അവസാനം നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം എഴുതി അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ് മാത്രം ലിസ്റ്റിൽ വരത്തില്ല. എന്ത് ചെയ്യണം? പരീക്ഷ എഴുതണമെങ്കിൽ കൺഫർമേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന്റെ KCP അറിയാലോ, KCP അതിന്റെ 669/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 21. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിന്റെ ആംഡ് പോലീസിന്റെ കാറ്റഗറി നമ്പർ ആയിട്ടുള്ള 672/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഫെബ്രുവരി 21. അപ്പോൾ എന്തായാലും അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പ്രിസൺ ഓഫീസറിന്റെ റിസൾട്ട് ഒന്നും ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ആയ ഉടനെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക, പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.